ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. സിദ്ദീഖ് മൗലിദിനെ വിമർശിച്ചുകൊണ്ട് വഹാബി മൗലവിമാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സംഭവങ്ങൾ അത് യഥാർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സിദ്ദീഖ് മൗലിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു സ്ത്രീ വന്നു. അതിൽ പറയുന്നുണ്ട്, എന്നിട്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിനെ പറ്റി പറഞ്ഞു തരണമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് കൂടാൻ സാധിക്കുകയില്ല. അത് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് പറഞ്ഞു കൊടുത്തു റസൂലുള്ള. പിന്നീട് ആ സ്ത്രീ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അടുത്ത് പോയി. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ഇന്ന് രാത്രി വരുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹിനെ കാട്ടിയും സിദ്ദീഖ് റളിയല്ലാഹുവിന് സ്ഥാനം സിദ്ദീഖ് മൗലിദിൽ കൊടുത്തില്ലേ എന്നതാണ് മൗലവിയുടെ സംശയം. എന്നാൽ അതിന് മറുപടി ഞാനൊരു സംഭവം സ്വഹീഹ് ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കാം. സിദ്ദീഖ് മൗലിദിലാകുമ്പോഴല്ലേ പ്രശ്നമുള്ളത്. എന്നാ അതിനോട് തുല്യമായ മറ്റൊരു സംഭവം നമുക്ക് പറയാം. എന്താണ്? റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഒരു മനുഷ്യന്റെ പല്ല് പൊട്ടിച്ചു. അവര് കേസ് പറഞ്ഞു റസൂലുള്ളാഹിനോട്. റസൂലുള്ള പറഞ്ഞു, അൽ ഖിസാസ്, തിരിച്ചു പല്ല് പൊട്ടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റുബയ്യ റളിയല്ലാഹു അൻഹ ഉമ്മ പറഞ്ഞു റസൂലുള്ളാഹിനോട്, അയഖ്തസ്സു മിൻ ഫുലാന വല്ലാഹ് ലാ യഖ്തസ്സു മിൻഹാ. ഉമ്മ എന്ത് പറഞ്ഞു? നിങ്ങൾ എൻ്റെ മകന് അല്ല, ആ സഹോദരിയെ, ആ പല്ല് പൊട്ടിച്ച ആ സഹോദരിയെ, റുബയ്യന്റെ സഹോദരിയെ നിങ്ങൾ കിസാസ് എടുക്കുകയാണോ? ഒരിക്കലും അവരെ കിസാസ് എടുക്കാൻ പറ്റൂല. വല്ലാഹി ലാ യുഖ്തസ്സു മിൻഹാ, കിസാസ് എടുക്കപ്പെടൂല. ഇവിടെ അത് റസൂലുള്ള കിസാസ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഈ സ്ത്രീ പറഞ്ഞു, ഉമ്മ പറഞ്ഞു കിസാസ് എടുക്കാൻ പറ്റൂല, വല്ലാഹിനെ തന്നെയാണ് സത്യം. അങ്ങനെ പിന്നീട് എന്തുണ്ടായി? ഇവിടെ റസൂലുള്ളാഹിനെക്കാട്ടി ഉമ്മ മുന്നിൽ വരികയാണ്. അപ്പൊ അങ്ങനെ വന്നാല് ബുഖാരി തള്ളണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ ഉമ്മ റബ്ബി അൽ ഖിസാസ് കിതാബുല്ലാഹ്, ഖിസാസ് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതല്ലേ, പിന്നെ നിങ്ങൾ എങ്ങനെ അതിനെ എതിർക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവര് വീണ്ടും പറഞ്ഞു, ഉമ്മ വല്ലാഹി ലാ യുഖ്തസ്സു മിൻഹാ അബദാ, അവളെ ഖിസാസ് എടുക്കപ്പെടൂല, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അങ്ങനെ അവസാനം എന്തായി? അവസാനം ആ അതിന്റെ ഉടമസ്ഥന്മാർ മാപ്പ് നൽകി. ഖബിലുദ്ദിയത്ത, പണത്തിന് പകരം മാപ്പ് കൊടുത്തു. ഖിസാസ് വേണ്ട എന്ന് അതിന്റെ ഉടമസ്ഥന്മാർ സമ്മതം കൊടുത്തു. അങ്ങനെ ഖിസാസ് മാപ്പ് ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ യഖ്സമു അലല്ലാഹി ലാ ബറ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ഒരു കാര്യം പറഞ്ഞാൽ, സത്യം ചെയ്ത് പറഞ്ഞാൽ അല്ലാഹു അത് നടപ്പാക്കും. അപ്പൊ ഔലിയാക്കളുടെ വാക്ക് അല്ലാഹു അങ്ങ് നടപ്പാക്കി കൊടുക്കും. ഇവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനേക്കാൾ മഹാന്മാരെ വാക്ക് നടപ്പാകുന്നു. ഉമ്മയുടെ വാക്ക് നടപ്പാകുന്നു, മഹദിയുടെ വാക്ക് നടപ്പാകുന്നു. എന്ത് ചെയ്യും? അപ്പൊ റസൂലുള്ളാഹിനെ കാട്ടി ഉമ്മക്ക് ശ്രേഷ്ഠത വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ആ സ്ത്രീയോട്, പണ്ട് ഈ സിദ്ദീഖ് മൗലിദിലുള്ള സംഭവത്തില് ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവുമായി നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഒരുമിച്ച് കൂടൂല എന്നാണ് എന്ന് പറഞ്ഞു. അതായത് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തതാ. ഇവിടെ ഈ പല്ല് പൊട്ടിച്ചാലുള്ള നിയമം പറഞ്ഞു കൊടുത്തതാ. നിയമം പറഞ്ഞു കൊടുത്തു, അവിടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. അപ്പൊ നിയമം പറഞ്ഞു കൊടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നിങ്ങൾ തിരിച്ചു പറഞ്ഞു. എന്ത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് ഇന്ന് തന്നെ വരട്ടെ എന്ന് നിലക്ക് അവര് ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ അള്ളാഹു അത് നടപ്പാക്കി. അത് റസൂലുള്ളാഹിക്ക് എതിരാവുകയില്ല. റസൂലുള്ള നിയമം പറഞ്ഞതാ. എന്ത് നിയമം? സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞതാ. വ്യാഖ്യാനത്തിനെതിരെ അള്ളാഹുവിന്റെ തീരുമാനം എന്തായിരുന്നു? അബൂബക്കർ വാക്ക് നടപ്പാക്കലായിരുന്നു. ഏതുപോലെ ഇവിടെ ഉമ്മയുടെ വാക്ക് അള്ളാഹു നടപ്പാക്കിയപ്പോൾ റസൂലുള്ള ഖിസാസ് എന്ന് പറഞ്ഞിട്ടും അള്ളാഹുവിനെ തന്നെ, അള്ളാഹുവിന്റെ അടിമകളുടെ വാക്ക് അള്ളാഹു സത്യം ചെയ്യുമ്പോൾ നടപ്പാക്കിക്കൊള്ളുന്നു. അപ്പൊ അബൂബക്കറിന്റെ വാക്ക് അവിടെ നടപ്പാക്കി, ഇവിടെ ഉമ്മയുടെ വാക്ക് അള്ളാഹു നടപ്പാക്കി. റസൂലുള്ള ഖിസാസ് എന്ന പറഞ്ഞ വാക്ക് നടപ്പാക്കിയില്ല. റസൂലുള്ള ഇവിടെ അംഗീകരിച്ചു. അതുപോലെ അവിടെയും വെച്ചാൽ മതി. അതുകൊണ്ട് ഇവിടെ തള്ളാത്തതുപോലെ സിദ്ദീഖ് മൗലിദും തള്ളേണ്ടതില്ല. ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധി വേണ്ടതില്ല. അള്ളാഹു വഹാബികൾക്കും എല്ലാ
തെറ്റിദ്ധരിച്ച ആളുകൾക്കും ബുദ്ധിശക്തിയും ചിന്താശേഷിയും നൽകട്ടെ. ഇവിടെ എങ്ങനെയൊക്കെ വ്യാഖ്യാനം പറയുമോ അതുപോലെ അവിടെയും വ്യാഖ്യാനം പറയാവുന്നതാണ്. അപ്പൊ രണ്ടും വൈരുദ്ധ്യമില്ല. ഒന്ന് സ്വപ്ന വ്യാഖ്യാനമാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒന്ന് ഖിസാസ് എടുക്കണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇവിടെ ഉമ്മ പറഞ്ഞു ഖിസാസ് എടുക്കൂല, റസൂലുള്ളാഹിക്ക് വിരുദ്ധം പറയുന്നു, റസൂലുള്ളാഹി അംഗീകരിക്കുന്നു. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.